അക്ഷരം അന്നമാണ്, അക്ഷരം അഗ്നിയാണ്, അക്ഷരം അമൃതാണ്, അക്ഷരമായുധമാണ്. അറിഞ്ഞ് ഉപയോഗിക്കുന്നവൻ. ആത്മാവ് നഷ്ടപ്പെടുന്നവൻ്റെ ആത്മാവാണ് മതം. ജീവിതം പോകുന്നു എന്നറിയുന്നവൻ്റെ ആത്മാവിലേക്ക് പകർത്താൻ പറ്റുന്നൊരു പേരായി പുസ്തകത്തിൻ്റെ പേര്. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ്. അമ്മദിൽ നിന്ന് വാക്ക് കൊണ്ട് മുഹമ്മദ് പേരാമ്പ്രയായ ഒരാളാണ്. ആ മാറ്റി മൂവായപ്പോൾ സ്വഭാവങ്ങൾക്ക് മാറ്റം വരാതെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. വാക്കിന് മാറ്റമുണ്ടാവാം. വാക്ക് കൊണ്ട് കാലത്തെയും ചരിത്രത്തെയും ജീവിതത്തെയും മാറ്റാം. വായനാഭാരം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖം എന്ന് പറയപ്പെടുന്നത് അക്ഷരങ്ങളെ ചുമന്ന് കാലത്തിൻ്റെ ചരിത്രപഥങ്ങളിലൂടെ നടന്നു പോയ പൊതുവായിൽ പണിക്കർ എന്ന PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 19. അറിവിനൊരു ദിനമുണ്ടാവുക. ലോകചരിത്രത്തിലെ മഹാനായ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് പ്രിയപ്പെട്ട സജി എന്നൊരുക്കുഴി എഴുതിയിട്ടുള്ള വാക്ക് എന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വായനഭാരത്തിന് എന്തിനാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, വാക്കുകൾക്ക് ഊളിയിട്ട് ജീവിതത്തിൻ്റെ കരപിടിക്കാൻ കഴിയും എന്ന് സജി ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. വാക്ക് എന്ന വാക്ക് പ്രിൻ്റ് ചെയ്തത് സ്വർണ്ണ നിറത്തിലാണ്. ഇതേ വാക്കിനെ വേണേൽ കരിപുരണ്ട വാക്കാക്കാം. സജിയുടെ പുസ്തകത്തിലെ വാക്കുകൾക്കൊക്കെ സ്വർണ്ണ നിറമുണ്ട് എന്നാണ് ഇതിന് ഒരു വലിയ അർത്ഥം. അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു വലിയ വാക്കുണ്ട്. ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് മലയാളത്തിൻ്റെ പുണ്യമായ കഥയുടെ കുലപതിയായ പ്രിയപ്പെട്ട MD വാസുദേവൻ നായർ കോഴിക്കോട് ടാഗോർ സെമിനറി ഹാളിലൊരു സംസാരത്തിന് വന്നപ്പം ഞാൻ കേട്ട വാക്കുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ വൈജ്ഞാനിക ബോധമോ ഇംഗ്ലീഷിൽ വലിയ വിവരമൊന്നും എനിക്കില്ല. അതാദ്യമായി നിങ്ങളോടൊക്കെ ഞാൻ സമ്മതിക്കാം, തെറ്റുവരാം. പക്ഷേ ഈ വാക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചേർത്ത് വെക്കാൻ കാരണം സജിയുടെ പുസ്തകം വായിച്ചപ്പോൾ സജി ഈ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 ലക്ഷം കോടി നെറോസ് കണ്ടെത്ര നമ്മളെ തലച്ചോറ്, ഈ തലയ്ക്കുള്ളിൽ. അതിൽ ഇങ്ങ് പതിയും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ. അപ്പം അന്ന് പ്രിയപ്പെട്ട MD പറഞ്ഞ വാക്ക് ഈ 4000 കോടിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏണസ്റ്റ് പറഞ്ഞൊരു വാക്ക് ഇതാണത്രേ: സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ജീവിതത്തെ വായിച്ചു പഠിക്കുക. എന്നിട്ടത് ഇങ്ങനെ പറഞ്ഞു പോലൂ, ജീവിതത്തെയൊക്കെ വായിച്ചു പഠിച്ച് വലിയ ആളുകളായി കാലത്തിനെ മാറ്റുന്ന തരത്തിലേക്കല്ലേ, ചരിത്രത്തെ മാറ്റുന്ന, ജീവിതത്തെ മാറ്റുന്ന, വാക്കുകൊണ്ട് കാലത്തെയും ജീവിതത്തെയും മാറ്റി മറിക്കുന്നവരായി മാറുന്ന ഒരു തലമുറയാകുമ്പോൾ, അങ്ങനെ വായിച്ചു വലിയ ആളുകളായി മാറുമ്പോൾ ടേണിങ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട സജി നരിക്കുഴി ഏണസ്റ്റിൻ്റെ ഒരു വാക്ക് കടമെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനവുമുണ്ട്. കാരണം അപ്പച്ചൻ്റെ ചില വാക്ക് സജി ജീവിതത്തിൽ വരാൻ തുണയായിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിൽ സ്ഥലത്ത് പറയുന്നുണ്ട്. സജിയുടെ പ്രിയപ്പെട്ട പിതാവ് ഈ റബ്ബർ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, നീ മുന്നേറുക. ഇതിൽ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെ വാക്കുകളെ നമുക്ക് ജീവിതത്തിൻ്റെ അനുരണനമായി മാറ്റാം. അക്ഷരം അന്നമാണ്, അക്ഷരം അഗ്നിയാണ്, അക്ഷരം അമൃതാണ്, അക്ഷരമായുധമാണ്. അറിഞ്ഞ് ഉപയോഗിക്കുന്നവൻ. നീ നന്നാവും. എൻ്റെ മോൻ എവിടെ പോയാലും നന്നാവും. എൻ്റെ കുട്ടി ഏത് പരീക്ഷ എഴുതിയാലും വിജയിക്കും. എൻ്റെ കുട്ടി ഏത് ഉയരങ്ങളും കീഴടക്കും. എൻ്റെ കുട്ടി ഒരു ടെൻസിങ് ഹിലാരിയെ പോലെ, അതല്ലെങ്കിൽ ഒരു PT ഉഷയെ പോലെ, അതെങ്കിൽ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ, അതല്ലെങ്കിൽ ഒരു ശ്രീബുദ്ധനെ പോലെ എല്ലാമായി മാറും എന്നത് കാലത്തിൻ്റെ ഒരു ചരിത്ര നിയോഗമാണ്. കാലമെന്നൊരു ഗുരുനാഥൻ്റെ വലിയൊരു ചരിത്രമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വായനാഭാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് അറിവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഇരുട്ടകറ്റി അവരുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം പരത്താൻ അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെ കഴിയുന്നു. അപ്പം ഇങ്ങനൊരു ഒരു ഒരു പുസ്തകത്തെ പറ്റി ഞാൻ ഈ വായനാഭാരത്തിൽ
അത്യാവശ്യം സ്കൂളൊക്കെ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങോട് പറഞ്ഞ വാക്കുണ്ട്, വായിച്ചാൽ എന്താവുക? കുഞ്ഞുണ്ണി മാഷ് എന്ന മഹാഗുരുനാഥൻ്റെ വാക്കെടുത്ത് കടമെടുത്ത് പറഞ്ഞാൽ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ എന്താവുക? വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇവിടെ സജിയുടെ പുസ്തകം വായിക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് എന്ന മഹാഗുരുനാഥനെ നമിക്കുന്നു. കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ വളരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. കാരണം ഒരു പുസ്തകം വായിച്ചാൽ എങ്ങനെയാണ് വളരുക? അതെ, അറിവുകളാണ് ലോകത്തെ മാറ്റിയത്. മുട്ടുവിൻ തുറക്കപ്പെടും. ഈ പുസ്തകത്തിൽ സജി ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കതാണ്. സജി എന്ന രിക്കുഴി ഉപയോഗിച്ച ഏറ്റവും അനർത്ഥപൂർണമായ വളരെ മനോഹരമായൊരു വാക്കതാണ്, മുട്ടുവിൻ തുറക്കപ്പെടും. ബൈബിളിൽ അങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് കാലത്തെ അടയാളപ്പെടുത്തിയ മഹാഗുരുനാഥനാണ് ക്രിസ്തുദേവൻ. ഒരു കുറ്റം ചെയ്തവർ കല്ലെറിയുമ്പോൾ കുറ്റം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയൂ എന്ന് പറഞ്ഞ് തന്നോട് ചോർത്ത് പിടിച്ച പിന്നെ ഒരു വലിയ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുദേവൻ. ആ ദേവൻ്റെ ഒരു വലിയ വാക്കുകളാണ്. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ തരപ്പെടും. അങ്ങനെ ഒരു വലിയ ഒരു വേദവാക്യത്തെ കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, കർമ്മം ചെയ്യുക. ഏറ്റവും വേദത്തിലെ വലിയ പുരാണമായൊരു ഇതിഹാസം അത്. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, കർമ്മത്തെ ചെയ്യുക. അതിന് എന്ത് ചെയ്യണ്ട? അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കൊണ്ടപ്പെട്ട അത് വന്നിരിക്കും, വന്നേ മതിയാവുക. അത് ഒരു കാലനിയോഗമാണ്. അങ്ങനെ ഒരു വലിയ ചരിത്ര ഗ്രന്ഥമായി മാറും. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവം ഉണ്ടായി എന്നുള്ളത് സത്യവും, 100% സത്യം. എന്താ കാരണം എന്നറിയോ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ജീവിത പ്രതിസന്ധിയുണ്ട്. പക്ഷേ സജി പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് തീർക്കാൻ പറ്റാവുന്ന പ്രതിസന്ധിയേ ഉള്ളൂ നമുക്ക്. നമ്മൾ ഒന്ന് മനസ്സിരുത്തിയാൽ, നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും മറ്റുള്ള എല്ലാവരോടും പറയുമ്പോൾ സജീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപമാനിക്കപ്പെടുന്നു നമ്മൾ. ഞാൻ ഇന്നലെ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ ഈ ചങ്ങാതി നന്നാവില്ല. അപ്പം നമ്മൾ വല്ലാതെ ദുഃഖം പറയുമ്പോൾ, നമ്മൾ വല്ലാതെ കഷ്ടപ്പാട് പറയുമ്പോൾ നമ്മൾ അപമാനിക്കുന്നു അവർ. നേരെ മറിച്ച് നമ്മളോടൊരു വാക്ക് ചോദിക്കുമ്പോൾ ആ വാക്കിനെ നമുക്ക് അനുകൂലമാക്കി അങ്ങനെ മാറ്റാം. പക്ഷെ അപ്പോഴാണ് ദാസൻ പെരുമാൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ട്, സജി എന്ന് പറയുന്ന ഒരാളാണ് തന്നത്, വായിച്ചിരിക്കും ഒരു വർത്തമാനം പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഈ പുസ്തകത്തിന് സജി നരിക്കുഴി എന്ന മലയോര സിരാകേന്ദ്രത്തിൻ്റെ മണ്ണിൽ ഒരു പ്രിയപ്പെട്ട പിതാവിൻ്റെ മകൻ ഇങ്ങനെ ഒരു പുസ്തകത്തിന് വാക്ക് കൊടുക്കാൻ ഒരു കാരണം, ഇതിലുള്ള അക്ഷരങ്ങൾ സംശയം വേണ്ട ഒരു മിന്നാമിനിങ് പോലെയാണ്. മിന്നാമിനിങ്ങിൻ്റെ ഗുണം എന്താ? ഇരുട്ടിൽ അതിങ്ങനെ മിന്നി താഴെ കിടക്കുന്ന കാളസർപ്പത്തിന് വരണ്ട, അവിടെ ആളുണ്ട്, പാമ്പുണ്ട് എന്ന് കാണിച്ചു തരും നമുക്ക്. അതുകൊണ്ടാണ് ഒരു പാമ്പിൻ്റെ കഥ വായനാവാരത്തിൽ കുഞ്ഞുങ്ങളോട് കേൾക്കുന്നങ്ങളോട്. ഒരു ദിവസം സജിയുടെ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് തോന്നിയ കഥയാണ്. ഒരു ദിവസം പിന്നെ ഒരു പാമ്പ് ഒരു മിന്നാമിനിങ്ങിൻ താമസിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിരുന്ന് ഇങ്ങനെ പണം ഉയർത്തി അതിങ്ങനെ ഊതാൻ തുടങ്ങി. അപ്പം മിന്ന അവിടുന്ന് പറഞ്ഞ് അടുത്ത കൊമ്പ് പോയിരുന്നു. പാമ്പ് അങ്ങോട്ട് അഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് അടുത്ത മരത്തിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മിന്നാമിനിങ്ങ് ചോദിച്ചു പാമ്പിനോട്, നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വേണ്ടെന്ന്? പാമ്പ് പറഞ്ഞു, ചുമ്മാ വെറുതെ. വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാമോ? പാമ്പിനോട് മിന്നാമിനിങ് ചോദിച്ചു, ഞാൻ നിന്നോടൊരു 3 ചോദ്യം ചോദിക്കട്ടെ. പാമ്പ് പറഞ്ഞോ, ചോദിച്ചോളൂ, എനിക്ക് സന്തോഷമല്ലോ, ചോദ്യം ചോദിക്കുന്നതിന് എനിക്കെന്താ, ചോദിച്ചു ഒന്നോട്. ആദ്യത്തെ ചോദ്യം, ഞാൻ നിൻ്റെ ആഹാരക്രമത്തിൽ പെടുമെന്ന. പാമ്പ് ചിരിച്ചിട്ട് പുച്ഛത്തോടെ നിന്നെ എന്ത് കഴിയാൻ, വെറുതെ കൊതിപ്പിക്കരുത്, ഇത്രയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം പാമ്പിനോട് മിന്നാമിണി ചോദിച്ചത്, ഞാൻ നിന്നെ ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ല, നത്തിങ്, അങ്ങനെ സംഭവമേ ഇല്ല. പിന്നെ പാമ്പിനോട് കുറച്ചുകൂടി വിനയത്തോടെ മിന്നാമിണി ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് ഈ ചങ്ങാതി എന്നെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഓടിക്കുന്നത്? അപ്പോൾ പാമ്പിൻ്റെ മറുപടി എന്താ നിങ്ങൾ? അത് ഭയാനകമാണ്. നിൻ്റെ തിളക്കമുണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല എന്നാ പാമ്പ് പറയാം മിന്നാമിനോട്. നിൻ്റെ തിളക്കമുണ്ടല്ലോ, നിൻ്റെ ഈ തിളക്കം എനിക്കിഷ്ടമല്ല. അതാണ് ഒരാളെ തിളങ്ങുന്നത് നമുക്കിഷ്ടമല്ല, അതാണ്. അതുപോലെ സജി ഈ വാക്കെടുത്തത് സജിയുടെ പൂർവ്വപിതാമഹന്മാർ. അതിൽ ബൈബിളുണ്ട്, ഖുറാനുണ്ട്, രാമായണമുണ്ട്, ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളിൽ വാക്കുണ്ട്. ദ യു മസ്റ്റ് എക്സ്പെക്ട് ലൈഫ്, ഇറ്റ് ഈസ് മനസ് ദയ.
ആൻഡ് ദാറ്റ് ഇറ്റ് ടോട്ടലി വിത്തൗട്ട് റാങ്കർ. അറിവ് ഒരു വലിയ സാഗരമാണ്. അത് സജിക്ക് കൊടുത്തത് കാലമാവാം, ദൈവമാവാം, പിതാവാം, മുലപ്പാലൂട്ടിയ അമ്മയാവാം, സഹപ്രവർത്തകർ, അതൊക്കെ സജിയിൽ പറയുന്നുണ്ട്. എനിക്ക് അക്ഷരം തന്ന കൂട്ടുകാർ, എൻ്റെ സഹജീവികൾ, എൻ്റെ പിതാവ്, എൻ്റെ അമ്മ മധുരത്തിൽ അക്ഷരം കിടത്തി കൊടുത്തു. അച്ഛൻ പെരുവിരൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇടറി വീഴുമ്പോൾ സജി പിടിയടാ കുട്ട എന്ന് പറഞ്ഞപ്പോൾ വീഴാതെ ചൂണ്ടാനൊരു വിരൽ. ഞാൻ ഇന്ന് രാവിലെ ഞാൻ നിസ്കരിക്കാറുണ്ട് കേട്ടോ. അത് മറ്റൊന്നല്ല, എനിക്ക് ദൈവവിശ്വാസമുണ്ട്. ദുരിതങ്ങൾക്കിടയിൽ നിൽക്കാൻ ഒരു വലിയ വഴിയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാൾ മാർക്സ് പറഞ്ഞതേ, മതം മനുഷ്യനുമാക്കുന്ന കറുപ്പാന്നൊക്കെ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പറൊരു വാക്ക് മാർക്സ് പറഞ്ഞ് നമ്മളാരും വായിച്ചിട്ടുണ്ടാകില്ല. ആത്മാവ് നഷ്ടപ്പെടുന്നവൻ്റെ ആത്മാവാണ് മതം. ജീവിതം പോകുന്നു എന്നറിയുന്നവൻ്റെ ആത്മാവിലേക്ക് പകർത്താൻ പറ്റുന്നൊരു പേരായി പുസ്തകത്തിൻ്റെ പേര്. വാക്ക് വെറുതെ എഴുതിയല്ല ഇത്. വാക്കിന് അങ്ങനെ ഒരു വലിയ ചരിത്രം ഉണ്ടാവുക. അതുകൊണ്ട് ഈ വായനാവാരത്തിൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയത്, പിന്നെ ജീവിതത്തെ മാറ്റാൻ വാക്കുകളെ എങ്ങനെ ഉപകരിക്കാം എന്നൊരു പദമുണ്ട് ഈ പുസ്തകത്തിലൂടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ വാക്കുകളെ എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, തൻ്റെ മകൻ രാവിലെ കളിക്കാൻ പോകുമ്പോൾ ഇനി കളിച്ചിട്ട് എന്താടാ, ഇനി നന്നാവൂ, വെറുതെ കളിക്കാൻ പോകുന്ന പാടുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആട്ടുകയാണെങ്കിൽ, സജി പറഞ്ഞ പുസ്തകത്തിലെ കണക്ക് പറയാൻ 4000 കോടി നെർവ് അതിങ്ങ് ഒപ്പിയെടുത്തിട്ട് ഓൻ തോന്നും ഞാൻ ഒരിക്കൽ ജയിക്കൂല. എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ ശപിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ട് വേണ്ട കളിക്കണ്ട. PT ഉഷ വീണപ്പോൾ പൈതൽ വെച്ചെട്ടിയാർ, അതായത് ഉഷയുടെ അച്ഛൻ, എൻ്റെ മോൾ ഓടണ്ട, കാലിൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്, പോണ്ട വേടാ ഇനി ഓടണ്ട കേട്ടാ, എന്നാൽ ശരി അച്ഛാ എന്നായിരുന്നു ഉഷ പറഞ്ഞെങ്കിൽ ഒരു ദേശീയ പതാക ഇങ്ങനെ പുറകുവശത്ത് ഉയർത്തിയിട്ട് ഒരു കറുത്ത രത്നം ഇന്ത്യയുടെ പാതയോരങ്ങളെ മാറ്റി തൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് പണ്ട് വാമനൻ മണ്ണ് കൊടുത്ത മഹാബലി തലയിൽ ചവിട്ടിയ പോലെ PT ഉഷ എന്ന എൻ്റെ കൂത്താളിക്കാരുത്തി, അത് ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയുമെന്നറിയില്ല, PT ഉഷ കൂത്താളി എന്ന ഗ്രാമത്തിലാണ്. പൈതൽ വൈദ്യ ചെട്ടിയാരുടെ മകളാണ്. പൊട്ടുന്ന നൂലുകൊണ്ട് പൊട്ടാത്ത തുണി നെയ്ത ചെട്ടിയാരുടെ മോളാണ് ഉഷ. ഉഷ കാലത്തെ അളന്ന് തിട്ടപ്പെടുത്തി ഓടിയപ്പോൾ ഏഷ്യാഡിൽ ഇന്ത്യയുടെ പതാക ഉയർത്തി. ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ മെമ്പറാണ്. പ്രിയപ്പെട്ട സജീൻ്റെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഏറി വന്നാൽ 1 മണിക്കൂർ നന്നായിരുന്നാൽ 2 മണിക്കൂർ ഇരുന്നാൽ വായിച്ചു തീർക്കാവുന്ന പുസ്തകങ്ങൾ ഓരോ പുസ്തകവും. പക്ഷേ ജീവിതത്തിൻ്റെ പുസ്തകം ഇന്നു വരെ നമ്മൾ വായിച്ചു തീർത്തിട്ടില്ല. ഈ മനുഷ്യൻ പൂർണ്ണനാവുക എന്ന് പറയുന്ന ഒരു പദം പറഞ്ഞപ്പോൾ മനുഷ്യനൊരിക്കലും പൂർണ്ണനാവില്ല എന്ന്. 4 ഗുരുവിൽ നിന്ന് 4-1, പ്രകൃതിയിൽ നിന്ന് 4-1, ചങ്ങാതിമാൻ, അങ്ങനെ പറയുന്ന കുറേയുണ്ട്. ഏറ്റവും അവസാനത്തെ പൂർണ്ണത എന്ന് പറയുന്നത് അവൻ ഈ ലോകത്തോട് വിട പറയുന്നതാണ്. അതോടുകൂടി എന്നാൽ പൂർണ്ണത ഉണ്ടാവുമോ? ഇല്ല, മതവിശ്വാസികൾ പറയുന്നില്ല. അപ്പോഴും അങ്ങനൊരു ലോകമുണ്ട്, ആ ലോകത്ത് അയാൾ പുനർജനിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അപൂർണതയിൽ നിന്നുകൊണ്ട് പൂർണ്ണതയിലേക്കുള്ള വലിയ യാത്രയാണ് വായന എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ വായനാവാരത്തിൽ എനിക്ക് ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത്, എന്നിട്ട് PT ഉഷയുടെ കഥ പറഞ്ഞതുപോലെ വീഴുമ്പോൾ നീ ഓടേണ്ട മോളെ എന്നായിരുന്നു ചെട്ടിയാർ പറഞ്ഞതെങ്കിൽ ഒരു PT ഉഷ ഉണ്ടാവില്ല. ഐ വിൽ ട്രൈ, നീ ശ്രമിക്കുക, എന്നാൽ നിനക്ക് ഏത് ഉയരങ്ങളും കീഴടക്കാം. ചിലപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെരുവിൽ നിന്ന് ഒരു ഹോട്ടലിൻ്റെ പുറകിൽ നിന്ന് അന്നം കഴിച്ചു വളർന്ന ഞാൻ, പ്രിയപ്പെട്ട അമ്മ ഭിക്ഷയാചിക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഞാൻ, തളർന്ന ഒരു കൈയുള്ള ഒരു ഉപ്പച്ചിയുടെ സ്നേഹം വേണ്ടുവോളം ആസ്വദിച്ച ഞാൻ, സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്നേഹം കൊണ്ട് മാത്രം തലോടിയ കേളുമാഷ പോലെ ഒക്കെയുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് പേരാമ്പ്രയിലെ ചെമ്മണ്ണ് നിറഞ്ഞ പാതയിലൂടെ, ഇന്നത്തെ കറുത്ത റോഡല്ല, പഴയ ആ റോഡിൻ്റെ അടിയിൽ, ഇപ്പോഴത്തെ ഈ കറുത്ത ധാറുള്ള റോഡിൻ്റെ അടിയിൽ മുട്ടക്കല്ലുകൾ ഉയർന്ന് കിടക്കുന്ന പഴയ റോഡുണ്ടാണ്. കാളവണ്ടിയുടെ കുടമണി കിളിങ്ങിപ്പോകുന്ന കിഴക്കൻ മലയോരങ്ങളിൽ നിന്ന് കൃഷി വിഭവങ്ങളുമായി പേരാമ്പ്രയിലെത്തുന്ന പ്രിയപ്പെട്ടവരുടെ കാലടി പതിഞ്ഞ മണ്ണ്. ആ മണ്ണിലൂടെ നടന്ന് പോകുമ്പോൾ പേരാമ്പ്രയുടെ ഓരോ മണ്ടരികളും എൻ്റെ പ്രായം വെച്ച് ഇപ്പോൾ ഒരു വയസ്സൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും ഒരു 10-70 മേലെ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. സ്കൂൾ സർട്ടിഫിക്കറ്റ് പ്രകാരം ജന്മത്തീയതി 57 ആണെങ്കിൽ തെറ്റാണ്. ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അന്ന് കണക്കൊന്നും അറിയണ്ടാകില്ല.
അവർ സ്കൂളിൽ ചേർത്തപ്പോൾ ആകുമ്പോഴത്തേക്ക് പറഞ്ഞത് ശരിയല്ല. ഞാനെപ്പോഴോ കളിക്കുട്ടിയായിരിക്കുമ്പോഴും പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനേ പിന്നെ പഠിച്ചു മാഷാവും. അതൊരു സ്വപ്നം നെയ്യുക, ഒരു സ്വപ്നം നെയ്യുക. ഞാൻ മാഷാവും, ഞാൻ മാഷായാൽ കുടുംബത്തിൽ പട്ടിണി മാറും. അങ്ങനെയാണ്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ജോലി കുട്ടികളൊക്കെ കുടുംബം നോക്കുമെന്ന് അഭിപ്രായമൊന്നും എനിക്കില്ലോ. എല്ലാവരും നോക്കട്ടെ, അതാ പറയുക. അപ്പോൾ നമ്മളെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം എല്ലാവരും അങ്ങനെ നോക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ്. കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത് കുടുംബമല്ല, അത് യുദ്ധമുഖമാണ്. യുദ്ധമുഖം ഉണ്ടാവരുത്. കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവും. അതിന് വാക്ക് വലിയ പണിയാണ്. അതാണ് കുടുംബത്തിൽ കലയുണ്ടാക്കിയ വാക്ക് വലിയതാണ്. റെസ്പെക്ട് ദ കീപ്പിംഗ് ഓഫ് ദ ലൈഫ്. പരസ്പരം ബഹുമാനിക്കാനുള്ള വലിയ കഴിവുണ്ടാകും മനുഷ്യന്. അച്ഛനെ ബഹുമാനിക്കാൻ അമ്മയ്ക്ക് കഴിയുക, അമ്മയെ ബഹുമാനിക്കാൻ അച്ഛന് കഴിയുക, മക്കളെ ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുക, ഗുരുവിനെ ബഹുമാനിക്കാൻ ശിഷ്യഗണങ്ങൾക്ക് കഴിയുക, ശിഷ്യഗണങ്ങളെ ബഹുമാനിക്കാൻ അധ്യാപകന്മാർക്ക് കഴിയുക. അവർ കറുത്ത ബോർഡിലാണ് അക്ഷരം എഴുതുക, വെളുത്ത ചോക്കുകൊണ്ട്. നമ്മുടെ മനസ്സും കറുപ്പാ. ആ കറുപ്പിലാണ് അവർ സ്നേഹത്തിൻ്റെ ആദ്യ അക്ഷരം എഴുതുന്ന ആ. എൻ്റെ ഇപ്പുറം 2 ഉമ്മാട്ട അമ്മ, ആ എടുത്ത് മാറ്റി ഊട്ടാൻ ഉമ്മ. ഇതാണ് ഉണ്ട്. അപ്പോൾ അമ്മയും ഉമ്മയും ഒരേ ബോർഡിൽ പറന്നു വരൂ, പക്ഷെ ഒരേ വീട്ടിൽ പറക്കൂല, സമ്മതിക്കൂല. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഒരു പാവമായിരുന്നു. എൻ്റെ ഉമ്മ രാത്രി ഒരു 6-7 മണി 8 മണിയൊക്കെയാവും വീട്ടിലെത്താൻ. ഇപ്പം നമുക്ക് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്, ഗൾഫിൻ്റെ ഒക്കെ ഉണ്ടായില്ല. എൻ്റെ ഉമ്മച്ചീനെ മണത്ത് ഏറ്റവും നല്ല വാസനയുണ്ട്, കുരുമുളക്, ചുക്ക്. അപ്പോൾ അന്ന് ഉമ്മച്ചും ചോദിച്ചു, എന്താ ഞാൻ സ്കൂളിൽ പോകില്ല. ഉമ്മച്ചി ഉടനെ ഉമ്മ വെച്ച് ഒരു ചൂട്ടുണ്ട് ഉമ്മച്ചീൻ്റെ കയ്യിൽ. ഉമ്മച്ചി അത് കെടുത്താതെ മുറ്റത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാനിത് പറഞ്ഞപ്പോൾ ഉമ്മച്ചി ചൂട്ട് രണ്ടാമത് ഇങ്ങനെ, കാരണം ആഞ്ഞു വീശിയാൽ തെളിഞ്ഞ് കത്തുന്നതാണ് ചൂട്ട്. എൻ്റെ ഉമ്മയുടെ ജീവിതം പോലെ. അങ്ങനെ ആ ചൂട്ടും കൊണ്ട് അവിടെ ഡോക്ടർ കുഞ്ഞിനാർ വീട്ടിൽ പോയി. അവിടുന്ന് കാര്യം പറഞ്ഞു, കാക്കി ട്രൗസർ കൊടുത്തു. അപ്പോൾ ഈ പുസ്തകം എഴുതണമെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് പേരിടും അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശംസുദ്ദീൻ കുട്ടത്തോട് പറഞ്ഞു, ഇതാണ് ഈ പുസ്തകം എഴുതിയത്, ഈ കെടാത്ത ചൂട്ട്. പിന്നെ കുഞ്ഞിക്കണ്ണ മാഷ് പാണിമേലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഞാൻ പറഞ്ഞു കെടാത്ത ചൂട്ട് എന്ന് പേര് പറഞ്ഞു. ഇപ്പോൾ ആ പേര് വായിച്ചപ്പോൾ എന്നോട് ഒരുപാട് ക്ലാസിക്കൽ പേരാണല്ലോ. ഇബ്രാഹിം വെങ്കര എന്ന എൻ്റെ പ്രശ്ന നാടക രംഗത്തെ എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, പിന്നെ അതിമനോഹരം, ഇങ്ങനൊരു പേര് കിട്ടില്ല. സത്യത്തിൽ വലിയ വിജ്ഞാനങ്ങളൊന്നുമില്ലാത്ത എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കാത്, നിൽക്കുന്ന തറയുടെ ചൂടറിയാതെ തുള്ളരുതേ മക്കളെ. വായനാവാരത്തിൽ ഇവിടെ ഇരിക്കുന്ന മക്കളോട്, അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളോട്, കേൾക്കുന്ന എല്ലാവരോടും നാടകക്കാരനായ മുഹമ്മദ് പേരാമ്പരിക്ക് പറയാനുള്ളതേ, നിൽക്കുന്ന തറയുടെ ചൂടറിയാതെ തുള്ളരുത്. അപകടമാണ്. ധനം കിട്ടുമ്പോൾ ദൂർത്തടിക്കാനുള്ളതല്ല, എങ്ങനെ ധനത്ത് ഉപയോഗിക്കുക. വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ തന്നെ ധനത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണോ. അതായത് ഉമ്മ പറഞ്ഞതാ. ഉമ്മാട് ഞാൻ ചോദിച്ചു ഒരു ദിവസം, ഉമ്മ വെച്ച് എന്തിനും എങ്ങനെ അങ്ങനെ കൈ നീട്ടാൻ പോകുന്നു, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ, മക്കളെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ കൈ നീട്ടേണ്ടി വരുമോ, അതുകൊണ്ട് നാണക്കേടായിട്ടുണ്ടോ. അത് കളവാണെങ്കിലോ, ഉമ്മ നായര് കട്ടിട്ടാ കൊണ്ടുവരുന്നെങ്കിലോ എന്താവും നമുക്ക്. നേരെ മറിച്ച് ഇറക്കുന്നതിനെന്താ, നമ്മളെ കാര്യമില്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ പണ്ട് കണയാതിരുന്നത് അപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു അമ്മയുടെ മണ്ണെണ്ണ വാങ്ങി കത്തിച്ചിട്ടാണ്. അതിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ അമ്മ തന്ന എണ്ണ ഉള്ളത് കൊണ്ടാണ് ഇപ്പുറത്തെ എൻ്റെ വീട്ടിൽ ഇരുട്ട് മാറിയത്. അതാണ് ഹൃദയബന്ധം, അതാണ് അക്ഷരങ്ങൾക്കുള്ള ഗുണം. അപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരു ഏതാണ്ട് ഒരു 10 വയസ്സിൽ ഒരു നാടകം അഭിനയിക്കുന്ന ഒരു പകരക്കാരനായി. ഇപ്പം എത്ര വയസ്സായി എന്നറിയില്ല, എന്തായാലും 72 മേലൊക്കെ ഉണ്ട്, നല്ല വയസ്സുണ്ട്. പിന്നെ പടിയിറങ്ങാൻ കാലമായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത്യാവശ്യം കുഞ്ഞ് സിനിമയിൽ ചെറിയ വേഷം ഞാൻ തുടങ്ങി. ഇപ്പം ഞാനൊരു പുസ്തക രൂപമായി. എൻ്റെ ഒരു വളർച്ച എൻ്റെ ഉമ്മയുടെ ഒരു വാക്കുണ്ടത്, എത്ര ഉയരങ്ങളെത്തുമ്പോഴും നിൽക്കുന്ന തറയുടെ ചൂടറിയാതെ തുള്ളുക. അതുകൊണ്ട് വായനാവാരത്തിൽ എനിക്ക് കൂരാച്ചുകൊണ്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പഴയ ആത്മമിത്രം പ്രിയപ്പെട്ട സജിയുടെ ഈ പുസ്തകം ഞാനിങ്ങനെ തൊടുകയോടെ, സജി കാണാതെ സജിയുടെ വാക്കിൻ്റെ മുമ്പ് തൊടുകയോടെ നിന്നത്
വാക്കുകൾക്ക് എങ്ങനെയാണ് ഇതിൽ ഒരു സ്ഥലത്ത് ഒരു മാന്ത്രിക കണ്ണടകൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട് ഇതിൽ. മാന്ത്രിക കണ്ണടകൾ അതിന് സജി കൊടുക്കുന്ന നിർവചന ഏറ്റവും മനോഹരമാകും. മനോഹരം എന്താണെന്ന് വെച്ചാൽ, മധുരമിഠായി നുണഞ്ഞുകൊണ്ട് വർണ്ണമിഠായി കടലാസുകൾ കണ്ണിൽ ചേർത്ത് വെച്ച് ഒരു കണ്ണടച്ച് സൂര്യനെ നോക്കുന്ന കുട്ടികൾക്ക് സൂര്യൻ ദൃശ്യമാകുക ആ കടലാസിൻ്റെ വർണ്ണത്തിലായിരിക്കും. എൻ്റെ പദങ്ങൾ നോക്കണേ നിങ്ങൾ. എൻ്റെ പദാനുപദങ്ങൾ ഇനി വരാൻ പോകുക. എന്താണെന്നറിയോ, ആ കടലാസിൻ്റെ വർണ്ണത്തിലായിരിക്കും. അത് കുട്ടിയുടെ കാഴ്ചയുടെ കുഴപ്പമല്ല. പിന്നെയോ അതാണ്. ഇനി അത് വായിക്കും. ഇനി വായിക്കുമ്പോഴാണ് നമ്മൾ തലച്ചോറിലേക്ക് കയറ്റേണ്ടത് സൂര്യൻ്റെ കുഴപ്പമല്ല. പിന്നെയോ അതിനിടയിലെ വർണ്ണക്കടലാസുകളെ കാര്യങ്ങൾ നിർണ്ണയിച്ചത് സൂര്യനുമല്ല, ഈ കുട്ടിയുടെ കാഴ്ചപ്പാടുമല്ല, നിർണ്ണയിച്ചത് മുട്ടായി പൊതിഞ്ഞു കൊണ്ടുവന്ന വർണ്ണക്കടലാസാണ്. പുതുവായിൽ പണിക്കരുടെ PN പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ 9-ാം തീയതിയോട് ബന്ധപ്പെട്ട് വന്ന വായനാവാരത്തിൽ ഇന്ന് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് അതിബൃഹത്തായ ജീവിതത്തിൽ പകർത്തണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാനിത് അത്ര മഹാനായ എഴുത്തുകാരനോ ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ധരിക്കരുത് കേട്ടോ, സാധാരണ മനുഷ്യൻ. അപ്പോൾ സാധാരണ മനുഷ്യൻ നിങ്ങളോട് പറയാൻ എന്തെന്ന്, ഇങ്ങനൊരു സാധനം ഉണ്ട് അവിടെ, അത് വാങ്ങി വായിച്ചോളൂ. ആണ് അങ്ങനെ ഉണ്ട്. ഗാന്ധി എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവ് അപ്പൂപ്പൻ ഉണ്ടല്ലോ, അപ്പൂപ്പൻ ഒരുപാട് കാര്യത്തിൽ നമുക്ക് മാതൃകയാണ് അല്ലേ. നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളില്ലേ. ഒക്ടോബർ 2 ആവണം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെ പുല്ല് പറിക്കാൻ അല്ലേ. അതിൻ്റെ അടുക്ക് നമ്മൾ പുല്ല് പറിക്കില്ല. പള്ളിക്കൂടത്തിൻ്റെ പുറകിലെ പുല്ല് പറിക്കാൻ ഗാന്ധി ദിനം ഒരു വായിക്കാൻ ഒരു ദിനം തന്നെ, അത് PN പണിക്കേണ്ട ദിനമാണ്. ഇല്ലാണ്ട് നമ്മൾ വായിക്കില്ല. ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേർ മക്കളെയും കൂട്ടി വായനശാലയിൽ പോകാറുണ്ട് ഇല്ലേ. പ്രിയപ്പെട്ട MDയുടെ ഒരു പുസ്തകമുണ്ട് കാലം. അതിൽ MD പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എന്നോടാണ്, അതിൽ സെയ്തു എന്നാണ് ക്യാരക്ടർ പറയുന്നതാ, എനിക്ക് എന്നോടാണ് ഏറ്റവും വലിയ സ്നേഹം. എന്ത് മനോഹരാത സേതു പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ? എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക. ഒരാളെ ദാരിദ്ര്യത്തിൽ ഇങ്ങനെ ഞാൻ എവിടെക്കണ്ട എന്ന് പറഞ്ഞാൽ എന്നാ ഒരു ചായ കുടിച്ചോന്ന് ഞാൻ പറയുമ്പോഴാണ് ഞാൻ ദൈവതുല്യനാവുന്നത്. അതാണ് ഈ വാക്കുകൾക്ക് അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. വാക്കുകൾക്ക് അങ്ങനെ കുറേ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ കാരണം നമുക്ക് ജീവിതത്തിൽ പിന്നെ അങ്ങനെ ഗാന്ധി ഒരിക്കലും ഈ പാഠപുസ്തകമല്ല അതൊന്നും ഗാന്ധി വായിക്കില്ലായിരുന്നു, നമ്മുടെ രാഷ്ട്രപിതാവേ. പക്ഷേ അദ്ദേഹം പിന്നീട് വായിക്കാൻ തുടങ്ങിയത് 2 പുസ്തകമാണ്. 2 പുസ്തകമാണ് അദ്ദേഹത്തെ, 2 നാടകമാണ് അദ്ദേഹത്തെ വായിക്കാൻ വല്ലാതെ പ്രേരിപ്പിച്ചത്. കാവാ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ഗാന്ധിയുടെ പ്രിയപ്പെട്ട പിതാവ് 2 പുസ്തകം കൊണ്ടുവച്ചു. ഒരു ദിവസം ഗാന്ധി നോക്കുമ്പോൾ അച്ഛൻ്റെ മേശപ്പുറത്ത് ഇപ്പോൾ സജീൻ്റെ പുസ്തകം കിടക്കും പോലെ കുറേ പുസ്തകം കിടക്കുന്നു. അതിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് ശ്രവണകുമാരൻ്റെ പിതൃഭക്തി എന്നാണ്. അപ്പം ഗാന്ധി ഇങ്ങനെ നോക്കി, ശ്രവണകുമാരൻ്റെ പിതൃഭക്തി, അത് നാടകമാണ്, അത് ഗാന്ധി കണ്ടിട്ടുണ്ട്. എന്താ ഈ ശ്രവണൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ്. അവൻ്റെ അന്ധനായ അച്ഛനെയും അമ്മേനെയും ചുമന്ന് കൊണ്ടുപോയി ദേവാലയങ്ങളൊക്കെ കൊണ്ടുപോകും. അതൊരു മനോഹര സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാന്ധി വായിക്കുന്നത് ഹരിചന്ദ്രനാണ്, നാടകക്കാരന്. ഒരു നാടകക്കാരൻ നിലയ്ക്ക് എനിക്ക് ഭയങ്കര അധികപ്രസംഗം എന്താ നിങ്ങൾ, മഹാത്മാഗാന്ധി 2 നാടകം കണ്ട് ജീവിതത്തിനെ മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. എല്ലാ നാടകക്കാരും അല്ല കേട്ടോ. നാടകക്കാരിൽ പലപ്പോഴും എന്തുണ്ടെന്ന് വെച്ചാൽ പരസ്പരം പാരവെക്കുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ദുരിതങ്ങളും കണ്ണീരും എന്ന് എല്ലാവരോടും പറയേണ്ടതല്ല. അത് ചിലതെല്ലാം എന്നെ അപഹസിക്കും. എന്നാൽ ഏത് ജീവിതത്തെയും മാറ്റിമറിക്കാം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, കാത്തിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ. ഈ ഒരു നാടൻ വർത്താനുണ്ടല്ലോ, വേകുന്നത് വരെ കാത്തില്ലേ, ഇനി തണയുന്നവരെ കാക്കുക. ഈ ഒരു വായനാവാരം സമ്പന്നമാകുന്നത് ഞാൻ പറഞ്ഞു വരാൻ കാരണം, ലോകത്തെല്ലാ മനുഷ്യനും അക്ഷരങ്ങളിലൂടെ സഞ്ചരിച്ചതാണ്. എല്ലാ മനുഷ്യനും അവരവരെ പൊരുത്തിൽ വിരിയുന്ന കുട്ടികളെ അവർക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. മറ്റാരുടെയോ മക്കളെ കൊണ്ടും അല്ലേ, മറ്റാരുടെയോ ആളുകളെ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് സജി എന്ന് പറയപ്പെടുന്ന നരിക്കുഴിയുടെ ഈ ഒരു ഏതാണ്ട് 224 പേജുണ്ട്. ഇത് ആമുഖവും കാര്യവും കൂടി 224 പേജുള്ള ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതെനിക്ക് സജി തന്നതുകൊണ്ടും ഇനി ഇതാർക്കും തിരിച്ചു കൊടുക്കാതെ വീണ്ടും വീണ്ടും ഞാൻ വായിക്കും. കാരണം വായന ജീവിതത്തിൻ്റെ വിളക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു റഷ്യൻ പുസ്തകം ഇവിടുന്ന് വായിക്കുമ്പോൾ
നമ്മൾ റഷ്യയിലെ വോൾഗ നദിയുടെ അരികത്തെത്തുന്നു, നമ്മൾ ലെനിനെ കാണുന്നു, നമ്മൾ ട്രോട്സ്കിയെ കാണുന്നു, നമ്മൾ ഷേക്സ്പിയറെ കാണുന്നു, നമ്മൾ പിന്നെ കാളിദാസനെ കാണുന്നു, നമ്മൾ പി കുഞ്ഞിരാമനാരെ കാണുന്നു, നമ്മൾ വള്ളത്തോളിനെ കാണുന്നു, നമ്മൾ ചങ്ങമ്പുഴയെ കാണുന്നു. ഒരു പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ലോകത്തെല്ലാവരെയും കാണുക. നമ്മളിവിടെ ഉണ്ടാവുക, നമ്മൾ പേരാമ്പ്രയുള്ളത്, ഞാൻ വാളൂരാളുള്ളത്, സജി സാറ് കൂരാച്ചുള്ളിലാള്, കുഞ്ഞുമോൾ വീട്ടിലാള്. പക്ഷേ കുഞ്ഞിരാമനാരെ കാണുന്നു, കുമാരനാശാനെ കാണുന്നു, വള്ളത്തിലെ സംശയങ്ങളുണ്ടാകുന്നു. കുഞ്ഞോക്ക് സംശയം ഉണ്ടായപ്പോൾ ഒരു കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വള്ളിയിൽ നിന്ന് ചമ്മയെ പൂക്കൾ പോകുന്നിതാ പറയുന്ന അമ്മയാണ്. അമ്മ ഇപ്പോഴത്തെ അമ്മമാർ എന്താ പറയുക, പാടുന്നു അവൾ കിന്നാട് ചോദിക്കാൻ വന്നിരിക്കുന്നത് എന്ത് ഇല്ലേ. അന്നത്തെ അമ്മ പറഞ്ഞു, അയ്യോ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം. എന്താ അല്ലാത്, പൂമ്പാറ്റിയായി, പൂവല്ല പോകുന്നത്, പൂമ്പാറ്റിയാണ്. അപ്പം സംശയം തീർത്താണല്ലോ കുട്ടീൻ്റെ. അയ്യോ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം. എന്താ അല്ലാത്, പൂമ്പാറ്റിയെ പൂവല്ല പറന്നു പോകുന്നത്. എന്താ പറന്നു പോകുന്നത്, പൂമ്പാറ്റയാണ്. ഇല്ല, പൂവ് ഒരിക്കലും പറക്കൂലല്ലോ. ഇല്ല, അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പറയും. ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഞാനൊന്ന് ഇത് ഒരു നാടകക്കാരനെന്ന നിലയ്ക്ക് ഏതാണ്ട് ഒരു 19 വർഷമായി ഞാൻ നാടകം കളിക്കുന്നു. അതേപോലെ നേരത്തെ 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ കാവാലൻ നാരായണ പണിക്കരുടെ പേരുള്ള അവാർഡ് കിട്ടി. എസ്.പി. പിള്ളയുടെ പേരിൽ, മഹാനായ EMSൻ്റെ പേരിൽ, സിദ്ധരാജ് നമ്മുടെ ഈ മെഡിമിക്സ് സോപ്പിൻ്റെ ഓണറുണ്ട് സിദ്ധരാജ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഷേക്സ്പിയർ ഇങ്ങനെ ഒരു വാക്ക് പഠിക്കേണ്ട, അത് ഇംഗ്ലീഷ് എനിക്കറിയാം, മലയാളം ഞാൻ പറയാം. നാടകമല്ല ജീവിതം, ജീവിതമല്ല നാടകം. എന്നാൽ ഷേക്സ്പിയറോടുള്ള എല്ലാ ബഹുമാനം ആദരവും വെച്ച് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നാടകമുണ്ട്. ഞാൻ ജീവിതത്തിൽ എന്നെ സംവിധാനം ചെയ്യാൻ പറയൽ എനിക്കൊരാളില്ല. എന്നാൽ ഉണ്ട്, എൻ്റെ വാപ്പ സംവിധാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മ സംവിധാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ സഹധർമ്മിണി സംവിധാനം ചെയ്തിട്ടുണ്ട്, ഞാൻ അവരെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം നാടകത്തിൽ ജീവിതമുണ്ട്, ജീവിതത്തിൽ നാടകമുണ്ട്. അങ്ങനെ പഠിച്ചു വന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായ, ഇപ്പം ഞാൻ 2 മുഴുവൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ അത്യാവശ്യം ഞാൻ വായിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചക്ക് മുൻപാണ് ഈ പുസ്തകം വാക്ക് എൻ്റെ കയ്യിൽ വരുന്നത്. അതോടുകൂടി ഒരു കാര്യം, ഞാൻ ഈ പുസ്തകത്തിൽ പിന്നെ ഇതെഴുതിയ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് സജി പലപ്പോഴും പറയുന്നത് പോലെ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു. ഞാൻ ആ വാക്ക് കടമെടുക്കാതെ പറയുന്നു. ഞാൻ ഹൃദയത്തിൽ തൊട്ട്, നെഞ്ചിലല്ല, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പഠിച്ച ഒരുപാട് വാക്കുകളെ തൊട്ട് ഞാൻ പറയുന്നു. ഈ പുസ്തകം വായിക്കാൻ കഴിഞ്ഞത് അരങ്ങിലാടി ജീവിതം പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്നും ഇന്നും നാടകക്കാരനായ മുഹമ്മദ് പേരാമ്പ്ര എന്ന ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് പറയുന്നു, ഈ പുസ്തകം നിങ്ങൾക്കൊരു ഖനിയാവും. സംശയം വേണ്ട നിങ്ങൾക്ക്, കാരണം ഉറപ്പാണ്. ഞാൻ സാക്ഷി. അതുകൊണ്ട് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയൂലേ. പക്ഷേ എനിക്ക് ഈ പുസ്തകം വെളിച്ചമായിട്ടുണ്ട്. നല്ല കുംഭത്തിലെ ചൂടിൽ തെളിനലിൻ്റെ ഒരു തലോടൽ പോലെ കാറ്റായി വന്നിട്ടുണ്ട്. കണ്ണീർ തുടയ്ക്കുന്ന കൈലേസായിട്ടുണ്ട്. സംശയങ്ങൾ തീർക്കുന്ന ഗുരുനാഥനായിട്ടുണ്ട്. ജീവിത സഖി ഉമ്മ തരുന്നത് പോലെ അക്ഷരം ഉമ്മ തന്നിട്ടുണ്ട് ഈ പുസ്തകം. അതുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വെറുതെ വായിച്ച് പോകരുത്. കഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ വെറുതെ പോകാൻ. വാക്ക് എന്ന പുസ്തകം വായിക്കുമ്പോൾ 4 വട്ടം നിങ്ങളെ മനസ്സിനോട് ചോദിക്കും, അത് ശരിയല്ലേ, യു ആർ റൈറ്റ്. ഇനി നമ്മുടെ പഴയ നായനാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓക്കെ റൈറ്റ് എന്ന് കാലം നിങ്ങളോട് പറയും. അതുകൊണ്ട് അമ്മതിൻ്റെ ഉറപ്പാണ് ഇത് വായിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, PN പണിക്കരുടെ ഓർമ്മദിനം മാഞ്ഞു പോകരുത് മനസ്സിൽ നിന്ന്. പിന്നെ മക്കൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, അങ്ങനെ വളർന്നു വലുതാണ്. വീണ്ടും ഞാൻ ഉറപ്പ് പറയുന്നു, ഈ പുസ്തകം ഒരു ചരിത്ര നിയോഗമാണെന്ന് ഞാൻ നിങ്ങളോട് പിന്നെ നെഞ്ചത്ത് കൈതൊട്ട് ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് ഒന്ന് പുസ്തകം എഴുതിയ സജി സാറ് എൻ്റെ അരിയത്തിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സംഭവത്തിൽ എന്നെ വിളിച്ച ദാസൻ്റെ അരിയത്തുണ്ട്. ഏതായാലും സജി എന്ന എഴുത്തുകാരനോട് തുടരുക നിൻ്റെ യാത്ര, അക്ഷരങ്ങളിലൂടെ, വിത്തിലൂടെ, ചൊപ്പിലൂടെ, അങ്ങനെ വാക്കിലൂടെ, കാലത്തിന്. ഇതിൽ അവസാനം പ്രിയപ്പെട്ട സജി പറയുന്നുണ്ട്, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്. മലയോര കർഷകൻ്റെ മണ്ണിൽ ജനിച്ച സജിക്ക് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ കഴിഞ്ഞല്ലോ. ഒരുപാട് നന്ദിയുണ്ട് പ്രിയപ്പെട്ട സജിക്ക്. ഇതുപോലെ തുടരുക യാത്ര. അക്ഷരം
ഇത് അവസാനം ഞാൻ വാക്കുറപ്പിക്കുന്നത് മക്കളോട്. അക്ഷരം അന്നമാണ്, അക്ഷരം അഗ്നിയാണ്, അക്ഷരം അമൃതാണ്, അക്ഷരമായുധമാണ്. അറിഞ്ഞു ഉപയോഗിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് സജി ഈ പുസ്തകത്തിന് വാക്ക് എന്ന പേരിട്ടത്. അക്ഷരം അഗ്നിയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. വേദിയെ അലങ്കരിക്കുന്ന അനുഗ്രഹീത കലാകാരനും മലയാളിയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് നാടകത്തിൽ അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് ഖാ, ഈ പരിപാടി നമുക്കായി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ദാസേട്ട, പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ മുഹമ്മദ് ഖായുടെ പ്രഭാഷണങ്ങൾ, വാക്കിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും നിറഞ്ഞുപോയി. പലപ്പോഴും കുഞ്ഞുനാളിൽ വായന എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, ഭക്ഷണത്തിന് കറികൾ കുറവുണ്ടെങ്കിൽ ആ പുസ്തകം ഏതെങ്കിലും ബാലരമയോ പൂമ്പാറ്റയോ ഒക്കെ കറിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അന്നു മുതലേ അക്ഷരം എൻ്റെ കൂട്ടുകാരായിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ പഠിച്ചു വളർന്ന സെൻറ്റ് മേരീസ് എൽ പി സ്കൂൾ കല്ലാനോട്, അതേപോലെ തന്നെ ഞങ്ങളുടെ വായനശാല കല്ലാനോട് പബ്ലിക് ലൈബ്രറി, അവിടങ്ങളിൽ എല്ലാ പുസ്തകവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാള അധ്യാപകൻ, എഴുത്തുകാരനും കവിയുമായ ശ്രീ വർഗീസ് തോട്ടയ്ക്കാട് എൻ്റെ വായനാശീലത്തെയും വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഒരു പുസ്തകം മാത്രമേ വീട്ടിൽ വായിക്കാൻ കൊണ്ടുപോകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വർഗീസ് സാറ് എനിക്കെപ്പോഴും 1-2 പുസ്തകങ്ങൾ കൂടി വായിക്കുവാൻ തരുമായിരുന്നു. ഇന്ന് 5 ഗ്രന്ഥങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം സ്ത്രീ ഭാരത ശ്രീ എന്നാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എഴുതിയത്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ PM മാത്യു, അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ MSW പഠിപ്പിക്കുന്നു, പ്രൊഫസറാണ്. ഞാനും അദ്ദേഹവും ചേർന്ന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി. അതെനിക്കൊരു വലിയ ആത്മവിശ്വാസം തന്നു. അങ്ങനെ 2003 പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന് ശേഷം വീണ്ടും 2005 എൻ്റെ രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. വിത്ത് എന്നാണ് അതിന് പേരിട്ടത്. നമുക്കറിയാം, ഒരു വലിയ മാവ് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു? വിത്തിലായിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം മഹത്വത്തിൻ്റെ വിത്തുകൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കാണ് ആ വിത്തുകൾ കണ്ടെത്തി അതിനെ നട്ട് നനച്ച് പരിപാലിച്ച് വളർത്താൻ കഴിയുന്നവർക്ക്, അവർക്കെല്ലാം മഹാന്മാരാവാൻ കഴിയും. ആരാണ് ഒരു മഹാൻ? സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ മെച്ചപ്പെടാൻ സഹായിക്കുന്നവരെയാണ് മഹാൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന തൊഴിലൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിലും ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടാൻ സഹായിക്കുക. അങ്ങനെ നമുക്ക് ദൈവം തന്ന കഴിവുകളെ മറ്റുള്ളവരുടെ ജീവിതത്തെ മെച്ചപ്പെടാൻ സഹായിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ആ വിത്തിൽ നൽകിയത്. 15,000-ഓളം കോപ്പികൾ ആ പുസ്തകം വിറ്റഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനകരമാണ്. തുടർന്ന് കൗമാരക്കാരുടെ ജീവിതം മെച്ചപ്പെടാൻ ഹൈസ്കൂളിലും +2ലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചെപ്പ് എന്ന പുസ്തകം എഴുതാൻ കഴിഞ്ഞു. വീണ്ടും ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ആലോചിച്ചപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ യുവജനങ്ങളെയും കൗമാരക്കാരെയും കുട്ടികളെയും ഒക്കെ നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഓരോ കുട്ടിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. മാതാപിതാക്കളാണ് മക്കളുടെ വേരുകൾ. വേരാണ് ഒരു വൃക്ഷത്തെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നതിനും അതിന് വളരാൻ ആവശ്യമുള്ള വെള്ളവും വളവും നൽകുന്നതും. എൻ്റെ കുട്ടി മിടുക്കനാവണം, മഹാനാകണം, പ്രഗത്ഭനാകണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ അതിനെന്തെങ്കിലും സൂത്രവിദ്യകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ് ഏറെയും. പേരുകേട്ട കലാലയങ്ങൾ വിടുക, വിദേശ രാജ്യങ്ങളിൽ വിടുക, പ്രഗത്ഭരായ ആൾക്കാരുടെ ശിഷ്യന്മാരാക്കുക, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വിടുക, ധാരാളം പണം ചെലവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ അതിനുള്ള മാർഗമായി കണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, മക്കൾ മിടുക്കരാവാൻ, നല്ലവരാകാൻ, നന്നായി വരാൻ ഒരു സൂത്രവിദ്യയുമില്ല. അച്ഛനും അമ്മയും വേരായി പടരണം.
അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മക്കളെ എങ്ങനെ നല്ലവരാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയും ആലോചനയും വായനയും തുടർന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചെഴുതിയ ഒരു പുസ്തകമാണ് വേര്. വേര് ഓരോ അച്ഛനും അമ്മയും മക്കളുടെ വേരായി മാറിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല കുടുംബവും നല്ല സമൂഹവും സൃഷ്ടിക്കപ്പെടും. പുസ്തകങ്ങൾ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഞാൻ എഴുതുന്നു? എനിക്ക് ഈ ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ, ഈ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ ഈ എഴുത്ത്, അക്ഷരങ്ങൾ എനിക്കൊരു നല്ല മാർഗമായി തോന്നിയിട്ടുണ്ട്. ആശയങ്ങളെ അക്ഷരങ്ങളുടെ തടവറയിലാക്കിയില്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു പോകും എന്നെനിക്കറിയാം. എൻ്റെ പുസ്തകങ്ങളിലൂടെ നല്ല നല്ല ആശയങ്ങളെ ഞാൻ അക്ഷരങ്ങളുടെ തടവറയിലാക്കുന്നു, വരുന്ന തലമുറയ്ക്ക് വേണ്ടി, വരുന്ന സമൂഹത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കി നിലനിർത്തുന്നത് ഞാൻ കേട്ട വാക്കുകളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കുഞ്ഞുനാളിൽ എൻ്റെ വല്യമ്മച്ചയിൽ നിന്നും, എൻ്റെ പപ്പായിൽ നിന്നും, എൻ്റെ മമ്മിയിൽ നിന്നും, എൻ്റെ കളിക്കൂട്ടുകാരിൽ നിന്നും, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ നിന്നൊക്കെ ഞാൻ കേട്ട വാക്കുകൾ ചേർത്ത് വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സൃഷ്ടിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജീവിതത്തിൽ മെച്ചപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ, നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ നാം ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വാക്കുകളിലാണെന്ന ബോധ്യം എനിക്കുണ്ടായപ്പോൾ ഞാൻ പഠിച്ച ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന മനഃശാസ്ത്ര ശാഖയുടെ അടിത്തറയിൽ ഞാൻ പണിതുയർത്തിയ പുസ്തകമാണ് ഈ വാക്ക്. മുഹമ്മദ് പേരാമ്പ്ര സാറിനെ പോലെയുള്ള ഒരുപാട് ജീവിതങ്ങൾ കണ്ട, ജീവിതത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ, ഏറ്റവും അടിത്തറ മുതൽ ഏറ്റവും ഉയരങ്ങൾ വരെ എത്തിച്ചേർന്ന ഈ മഹാനായ മനുഷ്യൻ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ എല്ലാ അധ്വാനവും, ഏതാണ്ട് 8 വർഷത്തെ അധ്വാനവും കഷ്ടപ്പാടും ഈ വാക്ക് പൂർത്തിയാക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ അധ്വാനവും ഇന്ന് സഫലമായി. പ്രിയപ്പെട്ട മുഹമ്മദ് ക, അങ്ങയുടെ നാവ് പൊന്നായി മാറട്ടെ, അനേക ലക്ഷങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു.